ഹേ ഹലോ, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. അപ്പോൾ ഞങ്ങളുടെ ഈ മുഖം കണ്ടിട്ട് എന്ത് തോന്നുന്നു? ബിരിയാണിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഗൈസ്. ജീവിക്കുന്നത് ഓരോ കാര്യങ്ങൾ കൊണ്ടെടുക്കാനും എല്ലാ കാര്യങ്ങളും നോക്കിയാക്കാനും നല്ല നിലയ്ക്ക് ജീവിക്കുന്നത് അപ്പോൾ ബിരിയാണിയെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ആധികാരികമായിട്ട് സംസാരിച്ചത് ഞങ്ങളുടെ അമ്മമ്മയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ഇത് ഞങ്ങളുടെ അമ്മ സ്പെഷ്യൽ ബിരിയാണിയാണ്. അമ്മ എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മായി അമ്മയാണ്. ഞാൻ കല്യാണം കഴിച്ച് വന്നിട്ട് 3 വർഷമായി. അമ്മ ഉണ്ടാക്കുന്നതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നത് ഈ ബിരിയാണിയാണ്. നല്ല അടിപൊളി മലബാറി ദം ബിരിയാണി. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുത്തപ്പോൾ അമ്മ ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്കതിൻ്റെ ഓഡിയോ കുറച്ച് കട്ടായിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു 10-15 പേരുടെ കണക്കിനാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് നമ്മുടെ സവാള, ബിരിയാണിക്ക് വേണ്ടിയുള്ള സവാള ഒന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചതാണ്. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ഇട്ട് നല്ലപോലെ വഴറ്റണം. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3ഉം കൂടി നല്ലപോലെ ചതച്ച് അതും ചേർക്കണം. ഇനി അതിലേക്ക് ചേർക്കുന്നത് ഗരം മസാലയാണ്. ഈ മസാലപ്പൊടി നമ്മൾ പാക്കറ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതല്ല, നമ്മുടെ അമ്മ സ്പെഷ്യലായിട്ട് പൊടിച്ചെടുത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഗരം മസാലയാണ്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ അതിലേക്ക് തക്കാളിയും മല്ലിച്ചെപ്പ്, മല്ലിയിലയും പുതിനയിലയും ഇത് 3ഉം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റി അതിനുശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് നമ്മുടെ ചിക്കനാണ്. ഇനി ഈ ചിക്കൻ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതൊന്ന് വെന്ത് വരാനുള്ള കാത്തിരിപ്പാണ്. ഇനി അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒരുപാട് പുളിയില്ലാത്ത തൈരാണ്. ഇത് വീട്ടിൽ തന്നെ നമ്മൾ ഉറയൊഴിച്ചുണ്ടാക്കിയ തൈരാണ്. അപ്പം അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി ഇനി നമ്മളതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ്. ഇത് ചോറിനായിട്ടുള്ള പുകപാറും ചിക്കൻ. അതെ ഗൈസ്, പുകപാറും ചിക്കൻ അവിടെ റെഡി ആയിരിപ്പുണ്ട്. ഇനി നമ്മൾ അരിയാണ് വേവിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ബിരിയാണി കൂട്ട് അല്ലെങ്കിൽ മസാല കൂട്ടുകളൊക്കെ ചേർത്തിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി വെള്ളം നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കൈമ റൈസ് ആണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും അരി ഒന്ന് ചേർത്ത് കൊടുത്ത് അടിയിൽ പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതൊന്ന് പാതി വെന്ത് വരുമ്പോഴേക്കും നമ്മൾ അതിലെ വെള്ളം കളഞ്ഞ് അതൊന്ന് കോരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനൊരു സത്യം പറയട്ടെ, ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ വായിൽ വെള്ളം വരികയാണ്. ഞാനത് വെറുതെ ഒരു ആവേശത്തിനോ ആർഭാടത്തിനോ പറയുന്നതല്ല. പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ കഴിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് ബിരിയാണി അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു ബിരിയാണിയാണ്. അത്ര ടേസ്റ്റാണ്. നമുക്ക് 3 നേരം ഈ ബിരിയാണി കഴിച്ചാലും മടുക്കില്ല എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മൾ ദം ഇടുകയാണ്. അതിലേക്ക് നമ്മൾ ചെയ്തത് ഈ റൈസ് എല്ലാം കൂടി അതിലേക്ക് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള സവാള, അതേപോലെ മല്ലിയില, പുതിനയില എല്ലാം ഒന്ന് വിതറി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഡാൽഡയും കൂടി, അതായത് നെയ്യ് അല്ലെങ്കിൽ ഡാൽഡയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മൂടി വെച്ച് നമ്മൾ കനലാണ് മേളിലിട്ടിട്ട് ദം ചെയ്തത്. അങ്ങനെ ഒരു 15-20 മിനിറ്റ് ഒന്ന് ദം ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മളിതാ ദമ്മ് പൊട്ടിച്ച് ടേസ്റ്റ് നോക്കിയിട്ടുണ്ട്. അപാര ബിരിയാണി ആയിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ബിരിയാണി ആസ്വദിച്ച് കഴിക്കട്ടെ. നിങ്ങളും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്